മറവിൽ രക്ഷപ്പെടാം. സമ്പത്തിന്റെ സ്വാധീനം ഇന്ത്യ മഹാരാജ്യത്ത് പതിവില്ലാത്ത വിധം ജഡ്ജിമാരെയും ഉന്നതരായ വിധികർത്താക്കളും വിലക്കെടുക്കപ്പെടുന്നു. അവരെയും വിലക്കെടുത്തുകൊണ്ട് തമ്മാടിത്തത്തിന്റെ തോന്നിവാസത്തിന്റെ വഴിത്താരയിൽ നിർബാധം സഞ്ചരിക്കാമെന്ന് കരുതുന്ന ആൾക്കൂട്ടം, അവരെ പിടിച്ചുകെട്ടാൻ ഭൗതിക ലോകത്തെ നിയമസംഹിതകൾക്കാവില്ല. ഈശ്വര വിശ്വാസവും പാരത്രിക ബോധവും വേണം. പരലോകത്തെ ദൈവത്തിന്റെ കോടതിയെ ഭയപ്പെടുന്ന ഒരു മനസ്സ് വേണം. ആ മനസ്സുള്ളവന് മനുഷ്യസ്നേഹിയാകാൻ കഴിയും, ധാർമ്മിക ബോധമുള്ളവനാകാൻ കഴിയും. ആ ധാർമ്മികതയുടെ അധ്യാപനമാണ് പ്രവാചകന്മാരും മുനിമാരും ഋഷിമാരും പഠിപ്പിച്ചത്. ആ അധ്യാപനത്തെ അന്തിമമായി ആവർത്തിച്ചിട്ടുള്ള ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ. ഖുർആൻ അടിവരയിട്ട് പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയ, ഒരൊറ്റ ജാതി. നിങ്ങളുടെ സഖാവായ ദൈവം, അറബിയിൽ അല്ലാഹു എന്ന് പറയും. അല്ലാഹു. ഈ ചിത്രം കാണുമ്പോൾ പോലും എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഓംകാരത്തിന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പരബ്രഹ്മ സൂചകമായ പ്രണവമന്ത്രം, പ്രാർത്ഥനയിലെ ആദ്യാക്ഷരം. ഈ ഓംകാര ചിത്രമൊന്ന് തലതിരിച്ചിട്ടാൽ അല്ലാഹു എന്ന അറബി വാക്കുമായി അടുത്ത ബന്ധം വരുന്നു. ആ ബന്ധം അത് നമ്മുടെ ചിന്താധാരയെ ഉദ്ദീപിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. ദൈവമേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം എന്ന പ്രാർത്ഥന പ്രസിദ്ധമാണ്, പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ശാന്തി മാർഗമാണ് ഖുർആൻ അടിവരയിട്ട് പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനം. മനുഷ്യരെ നിങ്ങൾ ഒരു ജാതിയാണ്, നിങ്ങളുടെ സഖാവായ ഈശ്വരൻ അവൻ ഏകനാണ്, ഒരേയൊരുവനാണ്. അവന് രൂപമില്ല, ചിത്രമില്ല, പ്രതിഷ്ഠയില്ല, പ്രതിമയില്ല. ഈ പരബ്രഹ്മ ക്ഷേത്രത്തെ ഒന്നുകൂടി ആധ്യാത്മികതയുടെ വഴിത്താരയിൽ മുന്നോട്ട് നയിക്കുന്നത് ഈ കാഴ്ചപ്പാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രൂപവും ചിത്രയും പ്രതിഷ്ഠയും പ്രതിമയുമില്ലാത്ത ക്ഷേത്രം. സ്വാമി ദയാനന്ദ സരസ്വതി ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന അദ്ദേഹത്തിന്റെ കൃതികളുടെ സമാഹാരത്തിൽ പറയുന്നു, ഈശാവാസ്യോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ന തസ്യ പ്രതിമ അസ്തിഹി യശനാമ മഹദ്യസഹേ. ഈശ്വരന് പ്രതിമകളില്ല. ന തസ്യ പ്രതിമ, ഈശ്വരന് രൂപങ്ങളില്ല, ചിത്രങ്ങളില്ല. യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനത്തിൽ, ദൈവത്തിന്റെ രൂപം അവരൊരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ശബ്ദം അവരൊരു നാളും കേട്ടിട്ടില്ല. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അടിവരയിട്ട് പറയുന്നു, ലാ തുദ്രിക്കുൽ അബ്സ്വാർ. ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പദാർത്ഥ ലോകത്ത് സാധ്യമല്ല. ആ പദാർത്ഥ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ അവനേകനാണ്. അവനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് മോക്ഷമുണ്ട്, സമാധാനമുണ്ട്. ഈ സമാധാനത്തിന്റെ ദർശനമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്ലാം. സകല വേദഗ്രന്ഥങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് അന്തിമമായി മാനവതക്ക് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട ആധ്യാത്മിക പാഠം. നേരത്തെ ഉദ്ഘാടകനും ആമുഖ പ്രഭാഷകനും സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമും ഖുർആനും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ വാദിക്കാനോ ജയിക്കാനോ ഒന്നുമല്ല, അറിയാനും അറിയിക്കാനുമായി ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി എന്നാണ്, സമാധാനമെന്നാണ്. ലോകത്തെ 600 ചില്ലാനം കോടി മനുഷ്യർക്ക് സുപരിചിതമായ 3 മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളുടെ 1-ാമത്തെ വരി ഞാനിവിടെ പറഞ്ഞാൽ അതേറ്റ് നിങ്ങൾ പറയും. 100 കോടിയിലധികം വരുന്ന ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിന് മാത്രമല്ല 600 കോടിയിലധികം വരുന്ന ലോകത്തെ മനുഷ്യർക്ക് ഭാരതത്തിലെ വേദോപനിഷത്തുകളിലെ ഒരു മന്ത്രം മനഃപ്പാഠമാണ്. ഏതാണത്? ഓം ശാന്തി എന്ന ശാന്തി മന്ത്രം. എന്താണ് ഓം ശാന്തി എന്ന വാക്കിന്റെ അർത്ഥം? ഓംകാരം ഏകത്വ സൂചകമായ ഏക ദൈവത്തെ കുറിക്കുന്ന പ്രാർത്ഥനയിലെ പ്രണവമന്ത്രമാണെന്ന് സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ പറയുന്നു. അപ്പോൾ ഓം ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? ഏകനായ ഈശ്വരനിൽ നിന്ന് ഭൂമുഖത്ത് സമാധാനമുണ്ടാകട്ടെ എന്ന്. ബൈബിളിലെ ഒരു വചനം ഞാനിവിടെ ആദ്യ വചനം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും 2-ാമത്തെ വചനം സുപരിചിതമാണ്. ലോകത്ത് 600 കോടിയിലധികം ജനങ്ങൾക്ക് ആ ശബ്ദം സുപരിചിതമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.
ഉന്നതങ്ങളിലെ ദൈവത്തെ പ്രകീർത്തിക്കാൻ സന്മനസ്സുണ്ടാകണം. അത്യുന്നതകളിലെ ദൈവത്തെ സ്തുതിക്കാൻ സന്മനസ്സുണ്ടാകണം. എങ്കിൽ ഭൂമുഖത്തിന് സമാധാനമുണ്ട്. അറബിയിലേക്ക് വന്നാൽ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൽ നിന്ന്, ഏക ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തിയുണ്ടാകട്ടെ. ആ ശാന്തിയാണ്, സമാധാനമാണ് ഇസ്ലാം. സംഘർഷമല്ല, ഭീകരതയല്ല, തീവ്രവാദമല്ല, വിഭാഗീയതയല്ല, അസമത്വമല്ല, ഉച്ചനീചത്വമല്ല, ജാതീയതയല്ല, വർണ്ണവിവേചനമല്ല. മനുഷ്യരെ നിങ്ങൾ ഒരു ജാതി, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, സർവ്വ മനുഷ്യരുടെയും സൃഷ്ടാവായ ദൈവം